തിന്മക്കെതിരെ ശബ്ദിക്കുന്നതിൽ മാതാപിതാവെന്ന പരിഗണന പോലും വേണ്ടതില്ല. മഹാനായ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂലിന്റെ ദീൻ ഉൾക്കൊണ്ട് വിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്ന യുവാവായിരുന്നു. യൗവനത്തിൽ രാജകുമാരനായ രാജപുത്രനായ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് കടന്നു വന്നപ്പോ തന്റെ പിതാവ് ഈ വിവരമറിഞ്ഞു. മിസ്അബ് ഇസ്ലാം സ്വീകരിച്ചുവെന്ന വിവരമറിഞ്ഞു. കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് മിസ്അബിനോട് തന്റെ പിതാവ് പറഞ്ഞു, മിസ്അബേ, നിനക്ക് ഈ കൊട്ടാരത്തിൽ ഇനി താമസിക്കണമെങ്കിൽ, നിനക്ക് ഈ കൊട്ടാരത്തിൽ ഇനി ജീവിക്കണമെങ്കിൽ നീ നിന്റെ പുതിയ വിശ്വാസത്തിൽ നിന്ന് പിന്മാറണം. മാത്രമല്ല, നീ ഞങ്ങളെ അനുസരിച്ചുകൊണ്ട് പൂർവകാല ദൈവങ്ങളെ ആരാധിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടണം. എങ്കിലേ ഈ കൊട്ടാരത്തിൽ നിനക്ക് താമസിക്കാൻ പറ്റൂ. നിന്റെ മനസ്സിൽ കടന്നു വന്നിട്ടുള്ള വിശ്വാസം നീ വലിച്ചെറിയണം. നിന്റെ പ്രവാചകനായിട്ടുള്ള മുഹമ്മദിനോട് നീ എതിർപ്പ് പ്രകടിപ്പിക്കണം. ഇത് കേട്ട് മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഉപ്പ, ഞാൻ നന്മക്ക് വേണ്ടി എന്റെ യുവത്വം ചെലവഴിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഞാൻ വിശുദ്ധമായ ഇസ്ലാമിന് വേണ്ടി എന്റെ യൗവനം ചെലവഴിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിന്റെ മുമ്പിൽ എനിക്കൊന്നും പ്രശ്നമല്ല, അതിന്റെ മുമ്പിൽ എനിക്കൊന്നും പ്രശ്നമല്ല. അതുകൊണ്ട് ഉപ്പ എന്നെ നിർബന്ധിക്കരുത് എന്ന് പറഞ്ഞപ്പോ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പിതാവ് അവസരം നൽകുകയാണ്. മിസ്അബേ, നീ ഒരു ദിവസം കൂടി ആലോചിക്ക്. നിനക്കെല്ലാ സൗകര്യങ്ങളും നഷ്ടപ്പെടാൻ പോവുകയാണ്. ഈ കൊട്ടാരത്തിൽ നിന്ന് നീ ആട്ടിയിറക്കപ്പെടുകയാണ്. അതുകൊണ്ട് ചിന്തിക്കീൻ. ഒരു ദിവസം അവസരം കൊടുത്തു. മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മനസ്സിൽ നന്മയുടെ കവാടങ്ങൾ തുറന്നു കിട്ടിയപ്പോ, അള്ളാഹുവിന്റെ ദീനിലേക്ക് കടന്നു വന്നപ്പോ, വിശുദ്ധ ഇസ്ലാമിൽ മെമ്പർഷിപ്പ് എടുത്തപ്പോ, നന്മയുടെ വഴിയെ സഞ്ചരിക്കാൻ മിസ്അബിന്റെ മനസ്സ് കരുത്തു നേടി. ഉപ്പയുടെ മുമ്പിൽ വന്നിട്ട് അസന്നിഗ്ധം പ്രഖ്യാപിച്ചു, ഉപ്പ, എന്തു തന്നെ നേരിടേണ്ടി വന്നാലും ശരി, എന്തു പ്രയാസം സഹിക്കേണ്ടി വന്നാലും ശരി, ഞാൻ എന്റെ നന്മയുടെ വഴിയെ വിട്ടേക്കാൻ തയ്യാറല്ല. ഉപ്പ പറഞ്ഞു, മിസ്അബേ, എങ്കിൽ നീ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിയേക്കണം, നീ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകണം. ഇനി ഒരിക്കലും നിന്നെ ഇവിടെ കണ്ടുകൂടാ. മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അൻഹു പ്രിയപ്പെട്ടവരെ, ഉപ്പയുടെ കൽപ്പന കേട്ട് തന്നെ നോക്കി പൊട്ടിക്കരയുന്ന ഉമ്മയുടെ കണ്ണുനീർ കണ്ടുകൊണ്ട് കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ശ്രമിക്കുമ്പോ മിസ്അബിനെ ഉപ്പ അടുത്തേക്ക് വിളിച്ചു. മിസ്അബിന്റെ കണ്ണിൽ പ്രതീക്ഷയുടെ തിരുനാളം. ഉപ്പ എന്നെ ഇറക്കി വിടില്ല, ഉപ്പാക്ക് എന്നെ ഇറക്കി വിടാൻ കഴിയില്ല, അതുകൊണ്ടായിരിക്കാം തിരിച്ചു വിളിച്ചിരിക്കുന്നത്. അടുത്തേക്ക് ചെന്ന് നിന്നപ്പോ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനോട് ഉപ്പ പറഞ്ഞത് എന്തെന്നറിയോ? മിസ്അബേ, നീ ധരിച്ചിരിക്കുന്ന വസ്ത്രമുണ്ടല്ലോ, നീ ധരിച്ചിരിക്കുന്ന വസ്ത്രം അതെന്റെ കാശുകൊണ്ട് ഞാൻ വാങ്ങിച്ചതാണ്. അത് കൊട്ടാരത്തിൽ വസിക്കുന്ന രാജകുമാരന്മാർക്ക് ധരിക്കാനുള്ളതാണ്. അതുകൊണ്ട് മിസ്അബേ, കൊട്ടാരം